ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. സയ്യിദുൽ ഉലമ തങ്ങൾ അവറുകൾ തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങി കർണാടകയിൽ അവസാനിപ്പിക്കുന്ന ഒരു സന്ദേശയാത്രയാണ്. അതിനെ സ്വീകരിക്കാൻ കഴിഞ്ഞ 19-ാം തീയതി മുതൽ ആരംഭിച്ചതാണ്. മലപ്പുറം ജില്ലയിലെത്തിയിരിക്കുന്നു. ഓരോ സ്വീകരണ കേന്ദ്രത്തിലും ജനബാഹല്യം കൊണ്ട് വീർപ്പുമുട്ടിയിരിക്കുകയാണ്. അതിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മലപ്പുറം ജില്ലയുടെ ഒരു ഭാഗത്ത് എത്തിച്ചേർന്നിരിക്കുന്ന ഈ ജനസമുദ്രം ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ആലോചിക്കുകയാണ്, നമ്മൾ കാസർഗോഡ് കുനിയിൽ സംവിധാനിച്ച സംവിധാനം ഒന്നും പര്യാപ്തമാവില്ല എന്ന് പേടിക്കുകയാണ്. കാരണം ഇവരൊക്കെ കൂടെ ഒരു സ്ഥലത്ത് കൂടിയാൽ എന്തായിരിക്കും സ്ഥിതി? അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ ദീൻ, പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാമിന്റെ അകക്കാമ്പ് ഉൾക്കൊണ്ട ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നതിൻ്റെ ഒരു തെളിവാണിത്. ഇസ്ലാം ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ മതമാകുന്ന ഇസ്ലാം. മനുഷ്യനടക്കമുള്ള എല്ലാ മഖ്ലൂക്കാത്തിനെയും സൃഷ്ടിച്ച പടച്ചവൻ മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ടി ഒരു നിയമം നൽകിയിരിക്കുന്നു. മറ്റുള്ള ജീവികൾക്കോ മറ്റുള്ള വസ്തുക്കൾക്കോ ഇല്ലാത്ത ഒരു നിയമം ബുദ്ധിയുള്ള മനുഷ്യന് വേണ്ടി അള്ളാഹു കൊടുത്തു. അതാണ് ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അതനുസരിച്ചേ മനുഷ്യൻ ജീവിക്കാൻ പാടുള്ളൂ. ചെയ്യൽ നിർബന്ധമായത്, ചെയ്യാൻ പാടില്ലാത്തത്, ചെയ്യുന്നത് ഐച്ഛികമായിട്ട് നല്ലതാണ് എന്ന് പറയുന്നത്, ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്ന നിയമങ്ങൾക്ക് മുമ്പിൽ ഈ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഈ 5 നിയമങ്ങൾക്ക് മുമ്പിൽ വരുന്നതാണ്. അതനുസരിച്ച് ജീവിച്ചു കൊള്ളണം. ഇതാണ് അള്ളാഹുവിന്റെ കൽപ്പന. ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി 1.25 ലക്ഷം പ്രവാചകന്മാർ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾ തെരഞ്ഞെടുത്തല്ല, ജനപ്രതിനിധികളൊക്കെ ഇവിടെ ഉണ്ട്, അങ്ങനെ തെരഞ്ഞെടുക്കുന്നതല്ല. അത് അള്ളാഹു നേരിട്ട് കൈകാര്യം ചെയ്ത ഒരു കാര്യമാണ്. അപ്പൊ അള്ളാഹുവിന്റെ ദീനാണ്. അള്ളാഹു അത് പ്രചരിപ്പിക്കാനും അത് ജനങ്ങളിൽ എത്തിക്കാനുമുള്ള സംവിധാനവും അള്ളാഹു തന്നെ ഒരുക്കിയതാ. മനുഷ്യന്റെ ഒരു ഇടപെടലും അതിലില്ല. അതാണ് അമ്പിയാക്കന്മാർ, പരിശുദ്ധാത്മാക്കളായ അമ്പിയാക്കന്മാരെ നിയോഗിച്ചുകൊണ്ട് നിർവഹിച്ചത്. 1.25 ലക്ഷം പ്രവാചകന്മാർ ഇവിടെ ആ ദൗത്യം നിർവഹിച്ചുകൊണ്ട് കടന്നുപോയി. അവസാനത്തെ പ്രവാചകൻ ഖാത്തിമുൻ നബിയൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ആ പരമ്പര അവസാനിച്ചു. 15 നൂറ്റാണ്ട് കഴിഞ്ഞു. ആദ്യത്തിലൊക്കെ ഒരു പ്രവാചകൻ വഫാത്തായാൽ അടുത്ത് തന്നെ മറ്റൊരു പ്രവാചകനെ നിയോഗിച്ചുകൊണ്ട് ആ ദൗത്യം തുടരുമായിരുന്നു. എന്നാൽ 15 നൂറ്റാണ്ടായിട്ട് ആ ദൗത്യം പിന്നെ തുടരാൻ പ്രവാചകന്മാർ അള്ളാഹു അയച്ചിട്ടില്ല. പക്ഷെ ആ ദീൻ നിലനിൽക്കുന്നുണ്ട്. മുഹമ്മദ് ജിഫ്രി തങ്ങൾ അവരുകൾ വിളിച്ചാൽ ആ ദീനിന്റെ ആൾക്കാർ ഒരുമിച്ച് കൂടുന്നു. അപ്പൊ ആ നിലക്കുള്ള ദീൻ ഇവിടെ എങ്ങനെ നിലനിന്നു? 15 നൂറ്റാണ്ടുകൾക്കിടയിൽ പ്രവാചകൻ ഇല്ലാതെ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അതിന് പ്രതിവിധിയായിക്കൊണ്ട് അല്ലാഹു റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അൽ ഉലമാ വറസത്തുൽ അംബിയ. ഇനി ഇവിടുന്ന് അങ്ങോട്ടൊരു പ്രവാചകൻ വേണ്ട, ഉണ്ടാവില്ല. ലാ നബിയ്യ ബഅദി, എന്റെ ശേഷം പ്രവാചകനില്ല. പകരം പ്രവാചകന്മാർ നടത്തിയ കാര്യങ്ങൾ ഇവിടെ നടത്താൻ എന്റെ പണ്ഡിതന്മാരാണെന്നാണ് അല്ലാഹു റസൂൽ നമ്മളെ പഠിപ്പിച്ചത്. ഉലമാ ഉമ്മത്തി അംബിയായി ബനി ഇസ്രായേൽ, എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ അവർ ബനി ഇസ്രായേലിലെ പ്രവാചകന്മാർക്ക് തുല്യരാണ് എന്നും പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ഈ കാര്യം നിർവഹിക്കാൻ അള്ളാഹു തന്നെ ഉത്തരവാദിത്തപ്പെടുത്തിയ ആളുകളാണ് ഉലമാക്കൾ, പണ്ഡിതന്മാർ. ഈ പണ്ഡിതന്മാർ അവരുടെ കാര്യം നിർവഹിച്ചു പോന്നിട്ടുണ്ട്. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാക്കാണത്.
സമസ്ത മുസ്ലിം ലീഗ് തർക്കം പുതിയ തലത്തിലേക്ക് കടക്കുമെന്ന് സൂചന. സമസ്തയിൽ രാഷ്ട്രീയക്കാർ ഇടപെടരുത് എന്ന് മുശാവറ അംഗം ഉമർ ഫൈസി മുക്കം പറഞ്ഞു. നബിദിനാഘോഷം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സ്വാലിഹ്യങ്ങളെയൊക്കെ ബഹുമാനിക്കുന്ന ആ ചിട്ടയും ഒക്കെ എന്താക്കി എതിർത്ത് പോന്നു. എല്ലാവരോടും അനാദരവായിട്ട് പെരുമാറാൻ പഠിപ്പിച്ചു. ഇങ്ങനെ വന്നപ്പോഴാണ് ഇപ്പുറത്ത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് സമസ്ത. എല്ലാവർക്കും അറിയാം, ഞാൻ നീട്ടി പറയുന്നില്ല. അപ്പൊ ആ സമസ്ത 1926 അപ്പൊ 4 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ആ ഗ്യാപ്പിൽ വഹാബികൾ ഇവിടെ വളരെയധികം പ്രചരിപ്പിച്ച് ആകെ നാശാക്കിയിരുന്നു. അതിനെ തിരുത്താൻ വേണ്ടി ഉണ്ടാക്കിയ സമസ്തയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത്. അത് നബി മുതൽ ഇങ്ങോട്ട് പോരുന്ന ഒരു വഴിയുടെ തുടർച്ചയാണ്. ഞാൻ പറയുന്നത് അത് സംഘടന എന്ന് പറയുന്നത് സംഘടന ഇസ്ലാം ദീൻ തന്നെയാണത്. ആ ഇസ്ലാം ദീനിൽ ആ നബിയുടെ കാലത്ത് സഹാബത്ത് ഇവിടെ കൊണ്ടുവന്ന ആ ദീനെ ആ ഒരു സംഘടനയും ഇല്ലാതെ തന്നെ മുസ്ലിങ്ങൾ എന്ന നിലക്ക് ആചരിച്ചു പോരുന്നതിനിടയിൽ ഈ ഇടക്കാലത്ത് വെച്ച് ഒരു 100 കൊല്ലം മുമ്പാണ് എന്താക്കിയത് വികലമാക്കിയത്. വികലമാക്കിയപ്പോൾ അന്നത്തെ ഉലമാക്കന്മാർ അമ്പിയാക്കന്മാരുടെ ദൗത്യം ഏറ്റെടുത്ത അനന്തരഗാമികളായ ഉലമാക്കൾ സംഘടിച്ചുണ്ടാക്കിയ ഒരു സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിന്റെ ദൗത്യം നബിയും സഹാബത്തും ഇവിടെ പഠിപ്പിച്ചു തന്ന ആ പാരമ്പര്യം നിലനിർത്തുക എന്നുള്ളതാണ്. അല്ലാതെ അതിന് പ്രധാന ലക്ഷ്യങ്ങളൊന്നുമില്ല. അതാണ് അതിന്റെ പ്രധാന ലക്ഷ്യം. അതിനൊരു ഭരണഘടന ഉണ്ടാക്കിയ ഭരണഘടന 1-ാം ഘടനയിൽ തന്നെ പറയുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ പ്രചരിപ്പിക്കുകയാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ നമ്മൾ സമസ്തക്ക് പറയുന്ന അഖീദ. അതോടുകൂടെ അതിന്റെ എതിരിൽ പ്രവർത്തിക്കുന്ന ബിദഈ പ്രസ്ഥാനങ്ങളെ പ്രതിരോധിക്കുക അതിന്റെ ബാധ്യതയാണ്. അപ്പോൾ ഒരു സംസ്ഥക്കാരനെ സംബന്ധിച്ചിടത്തോളം വഹാബികളുമായിട്ട് ബന്ധപ്പെടുകയോ അവരുടെ ആദർശം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കുകയോ ചെയ്തു കൊള്ളണം. അവർ വളരാനുള്ള ഒരു വഴിയും വെച്ചു കൊടുക്കരുത്. പ്രതിരോധിക്കേണ്ടത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് എന്നാണ് സമസ്ത പറയുന്നത്. വഹാബികൾ അന്ന് വന്നെങ്കിൽ പിന്നെ അതിന് ശേഷം പലരും വന്നു, മൗദൂദികൾ വന്നു. അവരതിനേക്കാൾ കടുപ്പാണ്. വഹാബികളുടെ എല്ലാ ആശയവും പേർന്നതോടുകൂടെ തന്നെ ഇവിടുത്തെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിക്കൊണ്ടുള്ള ഈ മതസൗഹാർദ്ദങ്ങളും അതുപോലെ എല്ലാ നിലക്കുള്ള ഭരണഘടന അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെയുള്ള സൗകര്യം അതിന് വെല്ലുവിളിയായിക്കൊണ്ട് രാഷ്ട്രീയക്കാരോട് പറയാനുള്ളത് ഈ സമസ്തയുടെ അല്ലെങ്കിൽ മതമേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ നിങ്ങളും ഇടപെടരുത്. ആരൊക്കെ ചേർക്കണം ആരൊക്കെ ആക്കണം എന്നുള്ള നിയമങ്ങളൊന്നുമാണ് നമ്മളോട് പറയുന്നത്. അത് സമസ്ത ചെയ്യും. സമസ്തക്ക് അതിനറിയാം. സമസ്തക്ക് യോഗ്യരായ പ്രവർത്തകർ അതിനുണ്ട്. രാഷ്ട്രീയക്കാർ ഇടപെടേണ്ടതില്ല നിലപാട് ശരിയാണെന്ന് MLA കുറുക്കോളി മൊയ്തീനും പറയുന്നുണ്ട്. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നടത്തുന്ന ശതാബ്ദി സന്ദേശയാത്രയ്ക്ക് തിരൂരിൽ നൽകിയ സ്വീകരണത്തിലായിരുന്നു ഇരുവരുടെയും പ്രതികരണം. ആദ്യം നമുക്ക് ആ പ്രതികരണം ഒന്ന് കാണാം. ഈ സന്ദേശയാത്രയുടെ നായകൻ അല്ല, സംസ്ഥയുടെ തലവൻ കേരളത്തിന്റെ ആദരണീയനായ സയ്യിദുൽ ഉലമ സയ്യിദ് മുത്തുക്കോയ തങ്ങൾ അവരുടെ വേദിയിലുള്ള ബഹുമാന്യനായ നമ്മുടെ MP അബ്ദുസ്സമദ് സമദാനി സാഹിബ് MP, ഈ വേദിയെ ധന്യമാക്കുന്ന ഏറ്റവും ആദരണീയരും ബഹുമാന്യരുമായിട്ടുള്ള സയ്യിദുമാർ, പണ്ഡിതന്മാർ, മറ്റു കാരണവന്മാർ, മറ്റു പ്രിയങ്കരായ ഈ വലിയ ജനാവലിയിൽ ഒത്തുകൂടിയിട്ടുള്ള പ്രിയങ്കരായ ജ്യേഷ്ഠാഞ്ചന്മാരെ, സുഹൃത്തുക്കളെ, ദീർഘമായ ഒരു സംസാരത്തിന് മുതിരുന്നില്ല. 19 കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി ഇന്ന് തിരൂരിൽ എത്തിച്ചേർന്ന മുത്തുക്കോയ തങ്ങളെയും ഈ സംഘത്തെയും സ്വീകരിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ഈ വലിയ ജനാവലിയെയും ഈ അതിഥികളായ ഈ സാരഥികളെയും ഒരിക്കൽ കൂടി ഒരു തിരൂരിക്കാരൻ എന്ന നിലക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് അല്ലാഹുവിനെ അനുഗ്രഹിക്കാം, സ്തുതിക്കാം. 100 കൊല്ലം കൊണ്ട് സമസ്ത മലയാളി സമൂഹത്തിന് എന്നല്ല, ഇന്ത്യക്കെന്നല്ല, ലോകത്തിന്റെ മുമ്പിൽ തന്നെ അവതരിപ്പിച്ച് കാണിച്ചുള്ള നന്മയുടെ പർവ്വത പ്രൗഢിയാർന്ന ഒരു തലമുണ്ട്. അതിന്റെ തുടർച്ചയാണ് വരും നൂറ്റാണ്ടുകളിലും നമുക്ക് നടത്താനുള്ളത്. സംസ്ഥയെ
ചവിട്ടിക്കൂട്ടി ആർക്കെങ്കിലും കീശയിൽ ഒതുക്കാമെന്ന് ആരും വ്യാമോഹിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ ആരും ഏതെങ്കിലും നേതാക്കന്മാരോ ഏതെങ്കിലും ഭരണാധികാരികളോ വ്യാമോഹിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ ഒഴുകിയെത്തിയ ജനാവലി ഇന്ന് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങണ്ട് പുറപ്പെട്ടു വന്നതല്ല. 100 കൊല്ലമായി ഒഴുകുന്ന ഒരു വലിയ നദിയാണിത്. 100 കൊല്ലമായി ഒഴുകുന്ന നദി ഇനിയും നൂറ്റാണ്ടുകളായി ഒഴുകിക്കൊണ്ടേയിരിക്കേണ്ട നദിയാണ്. ഈ ഒഴുക്കിലേക്ക് കൂടുതൽ ജലാശയങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും ഓരോ കാലഘട്ടത്തിലും. ഇത് അള്ളാഹുവിന്റെ സംരക്ഷണമുള്ള പ്രസ്ഥാനമാണ്. ഈ ഒഴുക്ക് അള്ളാഹുവിൻ്റെതാണ്, ശക്തി കൊണ്ടുള്ളതാണ്. അതുകൊണ്ട് രാഷ്ട്രീയക്കാരോ ഭരണകൂടങ്ങളോ ഭരണാധികാരികളോ ഇത് തന്റെ കീശയിൽ ഒതുക്കാം എന്ന് വ്യാമോഹിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, രാഷ്ട്രീയക്കാരും മതത്തിൽ ഇടപെടേണ്ടതില്ല. മതത്തിലുള്ള ആരും രാഷ്ട്രീയത്തിലും ഇടപെടില്ല. അർത്ഥവത്തായ പദമാണത്. മതം ഒരു രാഷ്ട്രീയത്തിലും ഇടപെടാൻ പോയിട്ടില്ല, സമസ്തയും പോയിട്ടില്ല. എന്നാൽ മതത്തിൽ രാഷ്ട്രീയക്കാർ ഇടപെട്ട അനുഭവങ്ങൾ ധാരാളമുണ്ട്. കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം വിവരങ്ങളുമായി ചേരുന്നു. ദീപക്, വലിയൊരു വെളിപ്പെടുത്തലാണത്. ഇത്തരം കാര്യങ്ങളിൽ കക്ഷി രാഷ്ട്രീയക്കാർ ഇടപെടേണ്ടതില്ല എന്നാണ് സമസ്ത പറഞ്ഞു വെക്കുന്നത്. പറയൂ. ഗുഡ് മോർണിംഗ്, മെരി ക്രിസ്മസ്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ, മെരി ക്രിസ്മസ്. എസ് കെ എൻ, ഇത് സമസ്ത ലീഗ് തർക്കം അതിന്റെ പല തലങ്ങളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു. അതിന്റെ ഏറ്റവും ഒടുവിലെത്തതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ജഫ്രി തങ്ങൾ നയിക്കുന്ന ഈ ശതാബ്ദി സന്ദേശ യാത്ര, ആ യാത്രയുടെ പതാക ഉദ്ഘാടനം, പതാക നൽകൽ, അത് പാണക്കാട് നിന്നില്ല തിരുവനന്തപുരത്തേക്ക് ആക്കുന്നു. പാണക്കാട് കുടുംബം ബഹിഷ്കരിക്കുന്നു. അത് കഴിഞ്ഞ് അതിൽ മൊയ്ൻ അലി തങ്ങൾ പങ്കെടുക്കുകയും ചെയ്യുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ആ യാത്ര തിരൂരേക്ക് എത്തിക്കഴിഞ്ഞു. അതായത് തിരുവനന്തപുരത്ത് പുറപ്പെട്ട് മലപ്പുറം ജില്ലയിൽ എത്തിക്കഴിഞ്ഞു. ആ ഘട്ടത്തിലാണ് ഉമർ ഫൈസി മുക്കം, സമസ്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രബിൾ ഷൂട്ടറാണ് ഉമർ ഫൈസി മുക്കം. കൃത്യമായി കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുക പലപ്പോഴും ഉമർ ഫൈസി മുക്കമാണ്. ജഫ്രി തങ്ങൾ പറയുന്നതിന് മുമ്പ് സമസ്തയുടെ സെക്രട്ടറിയാണ്. ആ ഉമർ ഫൈസി മുക്കമാണ് വളരെ കൃത്യമായി ലീഗിന് ഒളിയമ്പ് നൽകിയിരിക്കുന്നത്. ലീഗിനെ കടന്നാക്രമിക്കൽ തന്നെയാണ് പരോക്ഷമായി. കാരണം ലീഗ് സമസ്തയിൽ ഇടപെടുന്നു എന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉള്ളതാണ്. അത്തരത്തിൽ രാഷ്ട്രീയക്കാർ ഇടപെടേണ്ടതില്ല, ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ ഇടപെടേണ്ടതില്ല. സമസ്ത ആരെയൊക്കെ കൂടെ കൂട്ടണം. പ്രത്യേകിച്ചും ഈ സമസ്ത ഇടതോട് ചായുന്നു, ജഫ്രി തങ്ങൾ കൂടുതൽ പിണറായി വിജയനുമായി അടുക്കുന്നു എന്നുള്ളതൊക്കെ ആക്ഷേപം വരുന്ന സാഹചര്യത്തിൽ ഇതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യവും രാഷ്ട്രീയ മാനവുമുണ്ട് എസ് കെ എൻ. കാരണം സമസ്തയ്ക്ക് സൗകര്യമുള്ളവരെ സമസ്ത കൂട്ടുമെന്ന് പറയുന്നു. ഇതിന്റെ തൊട്ടു പിന്നാലെയാണ് MLA ആയ കുറുക്കോളി മൊയ്തീൻ സംസാരിക്കുന്നത്. അദ്ദേഹവും വളരെ കൃത്യമായി അതിനെ ശരിവെക്കുകയാണ്, എൻഡോസ് ചെയ്യുകയാണ് ചെയ്തത്. ലീഗിലുള്ള MLA ആണെങ്കിൽ പോലും സമസ്താപക്ഷത്തെ എല്ലാ കാലത്തും നിലയുറപ്പിച്ച ഒരാളാണ് ഇത് പറയുന്നത് എന്നുള്ളതിന് മറ്റൊരു മാനം കൂടി ഉണ്ട് എസ് കെ എൻ. കാരണം ഈ സമസ്ത ലീഗ് തർക്കത്തിൽ സമസ്തയ്ക്കൊപ്പം നിൽക്കുന്നവരാണ് കൂടുതൽ ഉള്ളത് എന്ന് വരുന്ന ഒരു സാഹചര്യം കൂടി ഉമർ ഫൈസി മുഖത്തിന്റെ പ്രസ്താവനയ്ക്ക് സ്വീകാര്യത കിട്ടുമ്പോൾ വരികയാണ് എസ് കെ എൻ. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.